നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേന്ദ്ര സർക്കാരിനോട് പോർമുഖം തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സമരത്തിനാണ് പാളയം രക്തസാക്ഷി മണ്ഡപം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. സമരത്തിൽ മന്ത്രിമാരും ഇടത് ജനപ്രതിനിധികളും LDF നേതാക്കളും പങ്കെടുത്തു. സമരത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഇന്ന് രംഗത്ത് വന്നു. എന്നാൽ കേരള കോൺഗ്രസ് M നേതാവ് ജോസ് കെ മാണി സമരത്തിൽ നിന്ന് വിട്ടുനിന്നത് ചർച്ചയാവുകയും ചെയ്തു. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പറഞ്ഞു. നാടിന് അർഹതപ്പെട്ടത് നിഷേധിക്കരുത് എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല. BJPയും കോൺഗ്രസും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ പകപോക്കലിന് കൂടെ നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സമരത്തോട് മുഖം തിരിച്ച പ്രതിപക്ഷത്തെയും മുഖ്യമന്ത്രി ഇന്ന് അവിടെ വിമർശിച്ചു. അതിലേക്ക് ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെന്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണ്. ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെയും ജനതയുടെയും അതിജീവനത്തിൻ്റെ പോരാട്ടമായാണ് ഇതിനെ കാണേണ്ടത്. ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ് കേരളത്തിലുള്ളത്. അവർക്കൊപ്പം സമരം ചെയ്യാമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഈ സർക്കാരുമായിട്ട് യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവർ ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ഛാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിൻ്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവർ പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇവരുടെ കൂടെ കൂടി പോയാൽ, സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും. കേന്ദ്രത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ സമരം ജനശ്രദ്ധ തിരിക്കാനാണ് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സർക്കാരിന്റെ നേട്ടം അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോഴത്തെ സമരം വെറും നാടകം മാത്രമാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംവാദത്തിന് തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തെളിവുകൊണ്ട്, വസ്തുതയോണ്ട് ഞങ്ങൾ നിങ്ങളുടെ നുണകൊട്ടാരം പൊളിക്കും. 10 കൊല്ലം മുമ്പേ നിങ്ങൾക്ക് ജനങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം തന്നു, 2 അവസരം തന്നു. ഇനി ദയവ് ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത്, ചോദിക്കരുത്. അവരെ വിഡ്ഢിയാക്കുന്ന നിങ്ങളുടെ ശ്രമം നിർത്തണം. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ്. മറ്റു വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. കേന്ദ്രം നൽകാത്തത് എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. NHM 636.88 കോടി രൂപ NHM ആയിട്ട് നൽകാനുണ്ട്. ക്ഷേമ പെൻഷൻ വിഹിതം 324 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. നെല്ല് സംഭരണ സബ്സിഡിയായിട്ട് 1206.69 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടാനുണ്ട്. SSK ഫണ്ട് 1148.13 കോടി രൂപയാണ് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന് കിട്ടാനുള്ളത്. ജൽജീവൻ മിഷൻ്റെ പേരിൽ 974.68 കോടി രൂപ അതും ആ നിലക്ക് കിട്ടാനുണ്ട്. പോഷൺ അഭിയാന് 200 കോടി രൂപ കിട്ടാനുണ്ട്. ST പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 25.43 കോടി രൂപ കിട്ടാനുണ്ടെന്ന് വെച്ചാൽ അവർ നൽകാത്തതാണ്. വിവിധ സ്കീമുകളിൽ ആകെ 5784 കോടി രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് കിട്ടേണ്ടത്. നികുതി വിഹിതവും ഗ്രാൻറ്റും കടമെടുത്ത പരിധിയും വെട്ടിക്കുറക്കുകയാണ് എന്നതും അവിടെ നിൽക്കുകയാണ്. കേന്ദ്രം നിഷേധിച്ചത് കേരളത്തിന് അർഹമായ 1 ലക്ഷം കോടി രൂപയാണ് എന്നതാണ് സംസ്ഥാനം ശരിയാവണ്ണം ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിനുള്ള നികുതി വിഹിതം 3.88% നിന്ന് 1.92% കുറച്ചു എന്നതും അവിടെ നിൽക്കുകയാണ്. ഇതുമൂലം 2024-25 മാത്രം കേരളത്തിനുള്ള നഷ്ടം 27,000 കോടി രൂപയാണ് എന്നത് സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. GST പരിഷ്കരണത്തിലൂടെ വർഷത്തിൽ കൊണ്ടുപോകുന്നത് 8,900 കോടി രൂപയാണ് എന്ന് നമ്മൾ കാണുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം 4.54% നിന്ന് 2.68% കുറിച്ചു. ഇതെല്ലാം തന്നെ നമുക്കറിയാം. ഇതെല്ലാം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന കണക്കാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും മുന്നോട്ട് വെച്ച കണക്കുകൾ കൂടെയാണ്. പക്ഷേ അത് അവർ മുന്നോട്ട് വെക്കുന്ന വ്യാജമായ ശരിയല്ലാത്ത കണക്കുകളല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കാനുള്ള പണം ഇവിടെ നിന്ന് നികുതി വരുമാനവും മറ്റുമായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് നിശ്ചയമായിട്ടും കേരളത്തിലേക്ക് വന്നു തരേണ്ടുന്ന പണം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് അക്കാര്യത്തിലൊരു ധാരണയുണ്ട്. അത് വസ്തുതയാണ്, അത് സത്യമാണ് എന്നറിയാം. അത് കോൺഗ്രസ്സുകാരും
സമ്മതിക്കാറുള്ളതാണ്. BJP-ക്കാർ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവർക്ക് കൂടെ അത് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ വിശകലനങ്ങളുമായിട്ട് ചേരുന്നത് അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന്. അർജുന്, ഇന്നത്തെ സമരം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടുകൂടിയാണ് എന്ന കാര്യം നമുക്ക് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. അതിനകത്തുള്ള ജെനുവിനായിട്ടുള്ള കാരണങ്ങളായിരിക്കും ഈ പറഞ്ഞതെല്ലാമെങ്കിൽ പോലും ഈ സമരം എന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ലക്ഷ്യം വെച്ചുള്ള ഒന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രത്തോളം വിജയമായിരുന്നു സമരം? സനീഷ്, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ സമരമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം വഹിച്ച് ഈ സമരത്തിലുടനീളം, സമരം തുടങ്ങിയത് 10 മണിക്കാണ്, അവസാനിക്കുന്നത് 5 മണിക്കാണ്. ആ സമയത്തുടനീളം മുഖ്യമന്ത്രി ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവിടെ ഇരുന്നതെന്നാണ് മന്ത്രിമാരൊക്കെ ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ പ്രതിഷേധത്തിൻ്റെ, സമരത്തിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരു സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത്. അതിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിൻ്റെ മുന്നിലുണ്ട്. അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു അപായ സൂചന എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് വലിയ ഊർജം പോരാ. അവർക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഇടതുപക്ഷം എങ്ങനെയാണെങ്കിലും ജയിച്ചു കയറുമെന്നുള്ളൊരു അമിത ആത്മവിശ്വാസം ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഉണ്ട് എന്ന് CPM ഉൾപ്പെടെ വിലയിരുത്തിയതാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടായത്. അത് മറികടക്കണമെങ്കിൽ ഈ രീതിയിലുള്ള സർവ്വ സന്നാഹങ്ങളും പ്രയോഗിക്കണമെന്നുള്ള ധാരണ ഇടതുമുന്നണിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ട് ഇന്ന് നടന്ന സമരത്തെ കാണേണ്ടി വരും. ഇടതുപക്ഷത്തെ എല്ലാ നേതാക്കളും, ഒരു വിമർശനമായി നിൽക്കുന്നത് ജോസ് കെ മാണിയുടെ മാത്രം അസാന്നിധ്യമാണ്. അതല്ലാതെ മറ്റെല്ലാ നേതാക്കളും പങ്കെടുക്കുകയും എല്ലാ MP-മാരും മന്ത്രിമാരും സംസാരിക്കുകയും ഒക്കെ ചെയ്ത വളരെ സവിശേഷമായിട്ടുള്ള ഒരു സമരം എന്ന നിലയ്ക്ക് ഇതിനെ കാണേണ്ടി വരും. നേരത്തെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തോട് ഇതിനോട് ഉപമിക്കുകയും ചെയ്യാം. അന്നത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായി അത് മാറുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെ കൃത്യമായിട്ടുള്ള വിമർശനം ഇല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ UDF ജമാഅത്ത് ഇസ്ലാമി വിഷയം പറയുന്നു എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ CPM-ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ എപ്പോഴും മുഖ്യമന്ത്രി സംസാരിക്കുന്നത്, ഇന്നത്തെ പ്രസംഗം ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു. അതിൽ കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരെ, BJP-ക്കെതിരെ, സംഘപരിവാർ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. കേരളത്തോട് സാമ്പത്തികമായി മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു അവഗണന ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നേരത്തെ പറഞ്ഞ ഘടകങ്ങൾക്കൊക്കെ പുറമെ ഇനിയും ഒരുപാട് കാരണങ്ങൾ, പ്രത്യേകിച്ച് വയനാടിൻ്റെ കാര്യത്തിലൊക്കെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ട് കൂടി ₹1 അതിൽ നൽകാത്ത നയം കേന്ദ്ര സർക്കാരിന് ഉണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പാവപ്പെട്ട ആളുകളുടെ വായ്പ എഴുതിത്തള്ളാമെന്നുള്ള നിബന്ധനയുണ്ട്. പക്ഷേ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ആകെ നൽകിയ തുക അത് വായ്പയായി പരിഗണിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റം ഒരു സംസ്ഥാനത്തോടും കാണിക്കാത്ത അവഗണന ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ, ഇത് കുറേ കാലങ്ങളായി ഇടതുപക്ഷം പറയുന്നതാണെങ്കിൽ കൂടിയും മുഖ്യമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഒരു സമരത്തിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ട് ഇത് ജനങ്ങളോട് പറയാൻ തയ്യാറായി, അല്ലെങ്കിൽ അതിന് സന്നദ്ധമായി എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അത് സ്വാഭാവികമായും സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി തന്നെ കാണേണ്ടി വരും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെയും BJP-യുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അർജുൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഈ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ തന്നെയും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നൊരു കാര്യം, ഈ ജോസ് കെ മാണി ആ സമരത്തിൽ പങ്കെടുത്തില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നതാണല്ലോ. അതിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജോസ് കെ മാണി UDF-ലേക്ക് മാറുമോ എന്ന സംശയവും ചർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കേസിനകത്ത്, ഒരു സമരത്തിനകത്ത് ഇങ്ങനെ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പങ്കാളിത്തം ഇല്ല എന്ന് പറയുന്നു. അത് എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പങ്കാളിത്തമേ അവിടെ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്നാണോ വരുന്നത്? അതിനകത്ത് രാഷ്ട്രീയമായിട്ട് നമ്മളെങ്ങനെ കാണണം? സനീഷ്, ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതേസമയത്ത് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ മറ്റ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു. ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്, നിലവിൽ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് എം അവർ UDF-ലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു സാധ്യത മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വേണമെങ്കിൽ ജോസ് കെ മാണിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത് 2 ആഴ്ച മുൻപ് ഇടതുപക്ഷം പ്രഖ്യാപിച്ച
സമരമാണ് എന്ന് മാത്രമല്ല അത് തീരുമാനിക്കാൻ വിളിച്ച ഇടതുമുന്നണി യോഗത്തിലും അന്ന് ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം. അതായത് കഴിഞ്ഞ LDF യോഗത്തിലും ജോസ് കെ മാണി പങ്കെടുത്തില്ല. അത് തൊട്ട് തലേന്ന് വിളിച്ചു പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ആ യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നായിരുന്നു ജോസ് കെ മാണിയുടെ വിശദീകരണം. അന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു നേതാക്കളും ആ യോഗത്തിന് എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗത്തിൽ ഇടതുമുന്നണി വിടില്ല, ഉറച്ച് മുന്നണിക്കൊപ്പം തന്നെ നിൽക്കും, ഈ രീതിയിൽ പ്രചാരണങ്ങൾ നടക്കുന്നത് മുന്നണിക്കും പാർട്ടിക്കും ദോഷമാണെന്ന് ജോസ് കെ മാണി അടക്കം പങ്കെടുത്ത യോഗത്തിൽ വിലയിരുത്തിയതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിക്കകത്ത് വിട്ടുനിൽക്കുന്നത് ജോസ് കെ മാണി കേരളത്തിന് പുറത്താണ് എന്നാണ് വിശദീകരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾ പങ്കെടുത്തുവെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ പ്രചാരണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന്റെ പ്രശ്നം, അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോസ് കെ മാണി തിരിച്ചറിയണമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ട്. സ്വാഭാവികമായും ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഈ ഫെബ്രുവരി 1-ാം തീയതി തൊട്ട് തുടങ്ങുന്ന മേഖലാ ജാഥകളാണ്. അതിലെ ഒരു മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ തന്നെ ജോസ് കെ മാണിയാണ്. ഈ അഭ്യൂഹങ്ങൾക്കൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കും ജോസ് കെ മാണി എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വലിയൊരു വിവാദമായി തന്നെ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം മാറിക്കഴിഞ്ഞു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്താം. ശരി, നന്ദി അർജുൻ വിശദമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിന്. എന്തായാലും ജോസ് കെ മാണിയുടെ 2 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, കേരളത്തോട് കേന്ദ്ര സർക്കാർ അവഗണന തുടരുന്നു എന്ന് പറഞ്ഞുള്ള സമരം. രണ്ടാമത്തേത് ജോസ് കെ മാണിയുടെ അസാന്നിധ്യം. ജോസ് കെ മാണി നേരത്തെ മുന്നണി വിട്ടു പോകില്ല എന്ന് വ്യക്തമായി തന്നെയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയമാണ്, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ഇന്നത്തെ സമരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമില്ലാതെ വന്നത്. മറ്റത് പ്രധാനപ്പെട്ട കാര്യം, കേരളത്തോട് കേന്ദ്ര സർക്കാർ ഈ അവഗണന കാണിക്കുന്നു എന്നതാണ്. അത് ഒരു വസ്തുതയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒട്ടുമുക്കാൽ പേർക്കും അറിയാം. അതായത് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ്. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് കേരള സംസ്ഥാനത്തിനാകെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നതൊരു വസ്തുത മാത്രമാണ്. ഈ സാമ്പത്തികമായിട്ട് വല്ലാത്തോതിൽ ഞെരുക്കുന്നു, കേരളത്തിന് കിട്ടേണ്ടുന്ന പണം കിട്ടുന്നില്ല. കേരളം എന്ന സംസ്ഥാനത്ത് നിന്ന് നികുതി പണമായിട്ടും മറ്റും കേന്ദ്രത്തിലേക്ക് പോകുന്ന പണത്തിൻ്റെ അവകാശപ്പെട്ട വിഹിതമാണ് ഇങ്ങോട്ടേക്ക് എത്താതിരിക്കുന്നത് എന്ന് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് മലയാളികൾക്കാകെ ലഭിക്കേണ്ടുന്ന ഈ സാമ്പത്തികമാകെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അത് നൽകുന്നില്ല എന്നത് എക്കാലത്തെയും കുറേ കാലമായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. പക്ഷേ ഇക്കാര്യത്തോട് ഒട്ടും നല്ല രീതിയിലല്ല കേന്ദ്ര സർക്കാർ പ്രതികരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഇതിനകം തന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിൽ ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് അവിടേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് സന്ദർശനവും മറ്റും നടത്തിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ നിലക്കുള്ളൊരു ഇടപെടൽ പ്രതീക്ഷിക്കും. പക്ഷേ അവിടെ ആ നിലയ്ക്കേ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിച്ചിട്ടില്ല എന്ന് BJP പ്രവർത്തകരും നേതാക്കളും പോലും സമ്മതിക്കേണ്ടുന്ന അത്രക്ക് വ്യക്തവും സത്യസന്ധവുമാണ് ആ കാര്യം. അതായത് കേരളത്തോട് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായിട്ട് അവഗണന കാണിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ ലഭിക്കേണ്ടുന്ന പണം ലഭിക്കുന്നില്ല, കേന്ദ്രം നൽകുന്നില്ല, പിടിച്ചുവെക്കുന്നു, പല പദ്ധതികളിലായിട്ട് പിടിച്ചുവെക്കുന്നു എന്നത് അവിടെ ഉണ്ട്. കേരളം നമ്മൾ ഈ ജീവിത ആയോധനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് കൊണ്ടുവരുന്ന പല സംഗതികളിലും നമ്മൾ മെച്ചപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പല ജീവിത സൂചികളിലും നമ്മൾ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കിട്ടാത്ത പണം വേറെയുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ തരത്തിലും ഞെരുക്കുകയാണ്. പക്ഷേ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സമരം എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിനകത്ത് ഈ ഭരണവും സമരവും എന്നത് ഇടതുപക്ഷ സർക്കാരുടെ കേരളത്തിലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു ഫിലോസഫിയും തിയറിയും മുദ്രാവാക്യമായിരുന്നു, ഭരണവും സമരവും. അതായത് ഇവിടെ ഭരണം നടത്തുന്നു, ഇപ്പോൾ EMS സർക്കാരിൻ്റെ കാലം തൊട്ട് അങ്ങനെയാണ്. അതായത് ഭരണം നടത്തുന്നു എന്തുകൊണ്ട് മാത്രം സമരം നടത്താൻ പാടില്ല എന്നില്ല. സംസ്ഥാനം ഭരിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിനകത്തെ പ്രശ്നങ്ങളിൽ പോലും സമരം നടത്താനുള്ള അവകാശം പാർട്ടികൾക്കുണ്ട് എന്നാണ് അവർ കരുതുന്നത്. കോൺഗ്രസ് സർക്കാരുകൾ കേന്ദ്രം ഭരിക്കുമ്പോൾ അതിശക്തമായുള്ള സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിൽ നടക്കാറുണ്ട്. പക്ഷേ അത്രത്തോളം ശക്തമായുള്ള സമരം പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ BJP ഇങ്ങനെ അവഗണന ഇത്രമാത്രം ശക്തമാക്കിയിരിക്കുമ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടോ ഇതുവരെ എന്ന് ചോദിച്ചാൽ നമുക്കതിൽ സംശയമുണ്ട്. കാരണം ഒന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മൾ കാണേണ്ടത്, ഒന്ന് കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ, കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഇടതുപക്ഷ സർക്കാർ, ഇവിടെയുള്ള ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ പാർട്ടികളും സമരം നടത്തുമ്പോൾ ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷത്തോളം തന്നെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതുകൊണ്ട് മലയാളികളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനും UDF-നാകെ തന്നെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലാത്ത തോതിൽ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ സമരം നടത്തുമ്പോൾ അതിനുള്ള മറുപടി ഇവിടുത്തെ കോൺഗ്രസിനും UDF-നും ഈ നാട്ടുകാരോട് പറയാൻ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് വലിയ സമരങ്ങൾ വരുമ്പോൾ അതിന് വഴങ്ങുകയും അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നത് അന്നത്തെ കേന്ദ്ര സർക്കാരുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുക. പക്ഷേ BJPക്ക് ആ തരത്തിലൊരു ബാധ്യതയില്ല. കാരണം ഇവിടെ 10-14% വോട്ട് മാത്രമുള്ള ഈ ഭരണത്തിലൊന്നുമില്ലാത്ത
അങ്ങനെ ഭയപ്പെടേണ്ടതില്ലാത്തൊരു അവസ്ഥയിലാണ് BJP ഉള്ളത്. അതുകൊണ്ട് വല്ലാതെ അങ്ങ് സമരത്തിന് വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് കേരളത്തിൻ്റെ എതിർപ്പുകളോട് കേന്ദ്ര സർക്കാരിനുണ്ട്. രണ്ടാമത്തേത്, മറ്റേതെങ്കിലും കോൺഗ്രസ് സർക്കാരുകളെ പോലെ, മുൻ കേന്ദ്ര സർക്കാരുകളെ പോലെ സമരങ്ങൾക്ക് വഴങ്ങുന്ന ഒരു സ്വഭാവമുള്ള സർക്കാരല്ല തങ്ങൾ എന്ന ഒരു കരുത്ത് കാണിക്കണമെന്ന് അവർ വിചാരിക്കുന്നൊരു കാര്യം കേന്ദ്ര സർക്കാരും BJPയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് സമരം ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. മുൻകാലങ്ങളിൽ ഉള്ളത്രയ്ക്ക് ശക്തമായിട്ട് എന്തായാലും കേന്ദ്ര സർക്കാരിനോട് സമരം നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് അവരതിനുള്ള വിശദീകരണം മറ്റൊരു തരത്തിലായിരിക്കും തരിക. എന്തായാലും കാണുന്നൊരു പ്രേക്ഷകന്, കാണുന്നൊരു നാട്ടുകാരന് അങ്ങനെ വേണ്ട അർഹമായ രീതിയിലുള്ള സമരം അവിടെ നടന്നിട്ടില്ലല്ലോ, അങ്ങോട്ടേക്ക് നടന്നിട്ടില്ലോ എന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. ഏതായാലും ആ തോന്നൽ മാറ്റാനാണ് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഇങ്ങനെയൊരു നീക്കമുണ്ടായത്. ഇന്നത്തെ സമരം ശക്തമായിരുന്നു. കാരണം മുഖ്യമന്ത്രി അടക്കം മുഴുവൻ നേരം അവിടെ ഇരുന്നു, എല്ലാ മന്ത്രിമാരും ഉണ്ടായിരുന്നു. വർഗ്ഗ ബഹുജന സംഘടനകളുടെ ആളുകളെയൊക്കെ അണിനിരത്തിയിട്ടാണ് സമരം നടന്നത്. അതിശക്തമായിട്ടുള്ള വർത്തമാനങ്ങൾ അവർക്കെതിരെ ഉണ്ടായി. ഇതിന് മറുപടി പറയുക എന്നത് BJPയുടെ കേരള നേതൃത്വത്തിന് തന്നെയും ഉത്തരവാദിത്തമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് ഈ കണക്കുകൾ എന്ന് എന്തുകൊണ്ട് പണം കിട്ടിയിട്ടില്ല എന്ന കാര്യത്തിന് BJPക്ക് മറുപടി പറയേണ്ടുന്നൊരു സാഹചര്യത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് അതിലെ ഒരു കാര്യമായിട്ട് തോന്നുന്നത്. രണ്ടാമത്തേത്, കോൺഗ്രസ് ഇക്കാര്യത്തോട് എടുത്തിരിക്കുന്ന നിലപാട് അവരുടെ രാഷ്ട്രീയ പക്ഷത്ത് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ശരിയായതാണ്. ഈ ഇടതുപക്ഷ സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന് സമരം നടത്താനല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറയുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. കേരളത്തോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നു എന്നത് പകൽ പോലെ തെളിഞ്ഞ സത്യമാണ്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കലും കേന്ദ്ര ബജറ്റിലെ അവഗണനയും GST നഷ്ടപരിഹാരവുമെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഒട്ടേറെ തവണ ചർച്ച ചെയ്തതാണ്. കേരളത്തോട് മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം കേന്ദ്രം സ്വീകരിക്കുന്ന ഈ ചിറ്റമ്മ നയം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടേതുപോലെ തന്നെ അന്തസ്സായി ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കും പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ജനതയ്ക്കുമെല്ലാം അവകാശമുണ്ടല്ലോ.